പഴയ കോടനാട് കേസില്ലേ? ആ, കോടനാട് കേസ്. ആ കേസേ KGS ഇപ്പൊ പൊക്കിയെടുത്തോണ്ട് വന്നിരിക്കുക. എങ്ങനെ പൊക്കിയെന്ന്? അവൻ പൊക്കിയ പൊങ്ങുന്നാണോ കോടനാട് കേസ്? അതൊക്കെ അന്നേ ഒതുങ്ങിയതല്ലേ, നമ്മൾ ഒതുക്കിയതല്ലേ? അതെ, ഒതുക്കിയതൊക്കെയാണ്. അതെങ്ങനെയാ ഒതുക്കിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഒതുക്കിയതാന്ന് എനിക്കറിയാം, പക്ഷെ അതെങ്ങനാ നീ ഒതുക്കിയതെന്ന് എനിക്കറിയില്ല. കേസിലെ 1-ാം പ്രതി നിങ്ങളായിരുന്നു ഓർമ്മയുണ്ടോ? അറിയാം, അത് ഓർമ്മയുണ്ട്. എന്നെ പോലീസും കോടതിയിട്ട് കുറേ കറക്കിയതല്ലേ. നീ അന്ന് ദുബായിലും ഞാനിങ്ങ് തിരുവനന്തപുരത്തും. ഞാൻ അതൊക്കെ മറന്നു കിടക്കായിരുന്നു. കോപ്പ് ആ കോടനാട് ഫ്ലാറ്റും അവിടുത്തെ 15,000 സ്ക്വയർ ഫീറ്റിന്റെ കാര്യവും ദുരൂഹമായ ആ കഥയും എല്ലാം പുറത്തു വരാൻ പോവാന്നാ പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളോ? എടി വരട്ടെ, ഷോ. അവൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണ്ടേടി. ആൻസി വർഗീസിന് ജാമ്യം കിട്ടാൻ വേണ്ടി അവൻ ഇല്ലാത്തൊരു കേസും പൊക്കിക്കൊണ്ട് വരിക. ഒന്നുമില്ലടി, വെറും വരട്ട്. ഛേ, നീ പേടിക്കണ്ടടി. ഛേ, അനന്തോ, നിങ്ങൾ ആ ഫോണിങ് തന്നെ സംഗതി അറിഞ്ഞോ? ഇങ്ങോട്ട് താ. നിന്റെ ഭാര്യയുടെ മറ്റവനല്ലേ ആ KGS? ഈ KGSന് ആൻസി വർഗീസിന്റെ കേസിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബോധ്യമായപ്പോ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതാ. വിട്ടുകളാ. കറക്റ്റ്, അതാണ് സംഭവിക്കുന്നത്. അത് കേട്ട് ഈ ചിത്ര വിരളി പിടിച്ച് ഓടി വന്നിരിക്കുക. അയാൾ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചെന്നും പറഞ്ഞു. ഇതാ നോക്ക്, ഇതാ കണ്ടില്ലേ ഫോൺ ചെയ്ത് കറങ്ങി കിടക്കുന്നത്. അനന്താ, ഈ കുടുംബത്തിലെ മുഴുവൻ പേരുടെയും മനസ്സമാനം കളയാനുള്ള പരിപാടിയായിട്ടാ അവൻ ഈ ഇറങ്ങിയിരിക്കണേ. ഞാൻ പറഞ്ഞിട്ട് ആരും ഇവിടെ മനസ്സിലാക്കിയില്ല. കൊണ്ടുപോട്ടെ, അവൻ അവളെ കണ്ട് എവിടെയെങ്കിലും പോട്ടെ. ഇല്ലെന്ന്, അവളെ ഇറങ്ങത്തില്ല. അവള് ജയിലിൽ നിന്ന് ഇറങ്ങത്തില്ല, ജാമ്യവും കിട്ടത്തില്ല. അത് ഞാൻ 100% ഉറപ്പ് തരാം. അതെ, ഒരു 150 പേരാ വിളിച്ചിരിക്കുന്നത്. ഈ KGS ഏതാണ്ടൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ്. ഈ കോടനാടെന്ന് പറഞ്ഞ നമ്മുടെ കുടുംബസ്വത്ത് വല്ലതുമാണോ? അല്ലല്ലോ. ആരായി വിളിക്കുന്നേ? പത്രക്കാരും ചാനലുകാരും ഒക്കെയാ. ഓരോ ഊഹാപോഹങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുക, കേസ് പോക്കിക്കൊണ്ട് വരുമെന്നൊക്കെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്തുവാടി? ഒന്നിങ്ങോട്ട് വന്നേ. ഏയ് ചെല്ല് ചെല്ല്. ഞാനേ ചോദിച്ചിട്ട് പോരാ, എന്താവോ എന്താ. അയ്യോ, ബെസ്റ്റ് പാർട്ടിയാ. മമ്മി ഒന്ന് വന്നേ. ഈ കോടനാട് കേസൊക്കെ TV ചാനലിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ. ടിവിയിലും വന്നോ? ആ ഉണ്ട്, എല്ലാ ചാനലും ഇല്ല. ടിവിയിൽ വന്നെന്ന് ഷോയെ കുറിച്ച്. ടിവിയിലോ? ആ, ഇപ്പൊ ന്യൂസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞേ? 10-15 വർഷം മുമ്പുള്ള കേസാണ്. ഏതോ കൺസ്ട്രക്ഷൻ കമ്പനി മുക്കിയ കേസാന്നാ പറയുന്നത്. റീഓപ്പൺ ചെയ്യാൻ ഗവൺമെന്റ് നല്ല പ്രഷർ കൊടുക്കുന്നുണ്ടെന്നാ വാർത്തയിൽ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ മമ്മി ഇതിന്? കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ആ KGS നോക്കുന്നത് മോനെ. ആൻസി വർഗീസിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പുറത്തോട്ട് കുതിര കയറാൻ നിൽക്കുക അവൻ. നിങ്ങളിങ്ങി വന്നേ.